ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളെല്ലാവരും കൂടി മംഗലാപുരത്തേക്ക് പോകുകയെന്ന് അച്ഛനും അമ്മക്കും ഒന്ന് ഓർത്തോയിൽ അവിടെ കാണിക്കാനുണ്ട്. അവരെ കൂടെ ഞങ്ങളും പോകാമെന്ന് വെച്ചു. എനിക്ക് മംഗലാപുരമായിട്ട് ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അത് 2-2.5 വർഷം മുന്നേയുള്ള കാര്യമാണ്. ഞാനൊന്ന് ചെറുതായിട്ട് വണ്ടിയിൽ നിന്ന് വീണു. അങ്ങനെ വണ്ടിയിൽ നിന്ന് വീണപ്പോഴും എനിക്ക് വീഴ്ച അങ്ങനെ കാര്യമായിട്ടൊന്നുമല്ല, ആക്സിഡൻറ്റോ അങ്ങനെയൊന്നും അല്ലേനും. നിർത്തിയിട്ട വണ്ടി എങ്ങനെയാണ് വീണതെന്ന് എനിക്കും അറിയില്ല, അങ്ങ് വീണു. അപ്പോൾ ആ സമയത്ത് നല്ല വേദന ഉണ്ടേനും, ബോധം മറയുന്ന തരത്തിലൊരു വേദന ഉണ്ടേനും. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. പക്ഷേ പിന്നെ വേദനയൊന്നുമില്ല, ബുദ്ധിമുട്ടുകളുണ്ടേനു. നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, കാലെടുത്തിട്ട് നിൽക്കുന്നില്ല, ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് കളിക്കുക. അതേപോലെ തന്നെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട്, നമുക്ക് കാല് കംപ്ലീറ്റ്ലി മടക്കാൻ പറ്റുന്നില്ല, ടോയ്ലറ്റ് പോകുമ്പോൾ പോലും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടേനു. അങ്ങനെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടുന്ന് എക്സ്റേ എടുത്തു, ഒരു ഇഞ്ചക്ഷനൊക്കെ തന്നു. എന്നിട്ട് അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് നീരുണ്ട്, ആ നീരൊക്കെ പോകുമ്പോൾ അങ്ങ് റെഡി ആയിക്കോളും, റെസ്റ്റ് എടുത്താൽ മതി, കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക, 2 ഡേയ്സ് റെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ റെഡി ആയിക്കോളുന്നു. അപ്പോൾ ഒരാശ്വാസമായി. ഞങ്ങൾ വീട്ടിൽ വന്നു. ഞാൻ 2 ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു, മരുന്നൊക്കെ കുടിച്ചു. പക്ഷേ എനിക്ക് ഒന്നും വേദനയില്ല. അപ്പോൾ നമുക്ക് വേദന മാറിയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഇതേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. സെയിം തന്നെ, നടക്കുമ്പോൾ ബുദ്ധിമുട്ട്, ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ട്, എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട്, കാല് മടങ്ങുന്നില്ല. വീണ്ടും ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പുറമേ ഒന്നും കാണുന്നില്ല, ഉള്ളിൽ ചിലപ്പോൾ നീരുണ്ടാവും. അങ്ങനെ പിന്നെയും എനിക്ക് നീരിൻ്റെ മരുന്ന് തന്നു. അങ്ങനെ നീരിൻ്റെ മരുന്നൊക്കെ പിന്നെ എനിക്ക് കാല് ഇങ്ങനെ തെന്നിക്കളിക്കും, മുട്ട് തെന്നിക്കളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു നീ ക്യാപ്പ് സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ നീ ക്യാപ്പ് ഇട്ടിട്ട് ഒരാഴ്ചയൊക്കെ മുന്നോട്ട് പോയി. പക്ഷേ ഈ നീ ക്യാപ്പ് ഇടുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല, എന്നാലും നമുക്ക് പൂർണ്ണമായിട്ടും നോർമലാണെന്ന് പറയാൻ പറ്റില്ല, വലിയ കുഴപ്പമില്ല. പക്ഷേ നീ ക്യാപ്പ് ഇടാത്ത സമയത്ത് സെയിം ബുദ്ധിമുട്ട് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായി. അങ്ങനെ ഞാൻ ഗൂഗിളൊക്കെ നോക്കാൻ തുടങ്ങി. എൻ്റെ സിംറ്റംസ് വെച്ചിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോസിലും ഒക്കെ നോക്കി. അതൊരു നല്ല സ്വഭാവമല്ല, ഒരിക്കലും ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ അത് ഭയങ്കരമായിട്ടുള്ള ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ സിംറ്റംസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെയിം എനിക്ക്. ഇതിൽ മെയിനായിട്ട് വേദന ഉണ്ടാവില്ല, ചിലർക്ക് ഉണ്ടാവാം, പക്ഷേ അധിക പേർക്കും വേദന ഉണ്ടാവില്ല, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക. അങ്ങനെ വേദന എനിക്കില്ല. അങ്ങനെ അതൊക്കെ കണ്ടപ്പോഴെനിക്ക് ഉറപ്പായി ഇത് ലിഗമെൻ്റ് ഇഞ്ചുറിയാണെന്ന്. മുട്ടിലുള്ള ഏതോ ഒരു ലിഗമെൻറ്റിന് പണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി. ഞാൻ എൻ്റെ ഇത് പറഞ്ഞു, ഡൗട്ട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരിയെന്ന് നമുക്കൊരു MRI എടുത്ത് നോക്കാം, കാരണം എക്സ്റേയിൽ ഇത് കാണില്ല, MRI സ്കാനിലാന്ന് കാണുക. അങ്ങനെ MRI സ്കാനിങ് എടുത്ത സമയത്ത് ശരിക്കും ഡോക്ടർ ഞെട്ടി, ഞാൻ ഞെട്ടി. കാരണം ഞാൻ വിചാരിക്കുന്നത് ഉണ്ടാവാം, എന്തെങ്കിലും ലിഗമെൻ്റ് ഇഞ്ചുറി ഉണ്ടാവും, പക്ഷേ ഇതൊരു അങ്ങനെ ഒരു മോശം അവസ്ഥയിലായിരിക്കും എന്ന് വിചാരിച്ചിട്ടില്ല. കാരണം കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ AC ലിഗമെൻ്റ് പൊട്ടിപ്പോയി. ഡോക്ടർ പറഞ്ഞു, കാരണം നമ്മൾ പുറമെ ഫിസിക്കൽ എക്സാമിനേഷൻ്റെ ടൈമിൽ ഡോക്ടർക്കും അങ്ങനെ തോന്നിയിട്ടില്ല ലിഗമെൻ്റ് ഇഞ്ചേർഡ് ആണെന്നുള്ള കാര്യം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിയിട്ടുണ്ട്, ഇനിയിപ്പോൾ സർജറി അല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ലയെന്ന്. കേട്ടപ്പോൾ എനിക്ക് മൊത്തത്തിലെന്ന് പറയാം ഒരു കിളിപോയ അവസ്ഥയേനു. ഭയങ്കര ടെൻഷനായി, പേടിയായി, സർജറി അല്ലേ. അങ്ങനെ ഞങ്ങൾ വീണ്ടും എൻ്റെ പരിചയത്തിലുള്ള ഫിസിയോതെറാപ്പിസ്റ്റ്, എൻ്റെ ഫ്രണ്ട് ഉണ്ട് അഞ്ജു, അവളോട് പറഞ്ഞു. അങ്ങനെ അവളും പറഞ്ഞു ഇതിങ്ങനെയാണുള്ളത്, ചെയ്യേണ്ട വരും തന്നെ പറഞ്ഞു. പിന്നെ 1-2 വേറെയും ഡോക്ടേഴ്സിനെ നമ്മൾ ഒപ്പീനിയൻ എടുത്തു, അവരും പറഞ്ഞു ചെയ്യണമെന്ന്. പിന്നെ നമുക്ക് തേജസ്വിനി ഹോസ്പിറ്റലിൽ, മംഗലാപുരത്തെ തേജസ്വിനി ഹോസ്പിറ്റലിനെ പറ്റി അറിഞ്ഞപ്പോൾ അവിടെ ചെന്നിട്ട് ഒന്നും കൂടി ഒരു ഒപ്പീനിയൻ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി. അങ്ങനെ അവിടെ പോകുന്ന സമയത്ത് എൻ്റെ ഒരു പ്രതീക്ഷ ഇത് സർജറി എങ്ങനെയെങ്കിലും ഒഴിവായി കിട്ടും, അങ്ങനെയാണ്. അപ്പോൾ അതിനാണ് ഞാൻ പോകുന്നത്. അങ്ങനെ അവിടെ ചെന്നു. ഡോക്ടർക്ക് MRI സ്കാനിങ്ങൊക്കെ കാണിച്ചു. അവിടെ സുമന്ത് നായക് എന്ന് പറഞ്ഞ ഡോക്ടറെയാണ് ഞാൻ കൺസൾട്ട് ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിയിട്ടുണ്ട്, നമുക്ക് വേറെ വഴിയൊന്നുമില്ല, സർജറി ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് സർജറിയാണ് എൻ്റെ മെയിൻ പ്രശ്നം. സർജറിക്ക് പോവുക, ആ ഒരു പ്രൊസീജിയർ, ഇതൊക്കെ എനിക്ക് ഭയങ്കര പേടിയേനും. അങ്ങനെ എൻ്റെ പേടിച്ച് നിൽക്കുന്ന മുഖം കണ്ടിട്ടായിരിക്കണം അവിടുത്തെ അസിസ്റ്റൻറ്റ് ഡോക്ടർ ഉണ്ടായിരുന്നു, സുശ്രുത ഡോക്ടർ, എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ആ ഡോക്ടർ എനിക്ക് ഡീറ്റെയിൽഡായിട്ട് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു തന്നു. എന്താണ് ACL ലിഗമെൻറ്റ്, എന്താണ് ഈ ഒരു ഇഞ്ചുറി വന്നാലുള്ള പ്രശ്നം. അപ്പോൾ ഈ ഒരു ഇഞ്ചുറി
നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നു. ഇനിയാണ് ACL ലിഗമെൻറ്റ് ടിയർ ഉണ്ടായാൽ സംഭവിക്കുക. അപ്പം നമുക്ക് വേദന ആ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിയ ടൈമിലുള്ള ഒരു വേദന ഉണ്ടേനു, പിന്നെ ഇല്ലേനു. പിന്നെ ഇതേപോലെ നമ്മളെ കാല് നടക്കുമ്പോഴൊക്കെ ലെവലായിട്ട് നിൽക്കില്ല. അതാണ് മെയിനായിട്ട് പ്രശ്നം ഉണ്ടാവുക. നമുക്ക് മടക്കാൻ പറ്റില്ല, ലോക്കായി പോവും. മടക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു പോയിൻ്റ് എത്തുമ്പോൾ ലോക്കായി പോവും. അപ്പം അതൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നു. അപ്പോൾ പേടിക്കണ്ട എന്നൊക്കെ ഒരു കോൺഫിഡൻസ് തന്നു. എന്നെ ആ ഒരു മെൻ്റലി എന്നെ ഒരു സർജറിക്ക് ഓക്കെ ആക്കി എടുത്തത് ഡോക്ടറാണ്. ഡോക്ടർ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. കാരണം നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മൾട്ടിപ്പിൾ ലിഗമെൻറ്റ് ഇഞ്ചുറി ഉണ്ടാവും, മെനിസ്കസ് ടിയർ ഉണ്ടാവും. അപ്പം പിന്നെ നമുക്ക് ചിലപ്പോൾ നടക്കാൻ പോലും എവിടെയെങ്കിലും നടക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പം അത് ഡോക്ടർ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് ചെയ്യണം. പിന്നെ എനിക്ക് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു ഡേറ്റ് തന്നു. ആ ഡേറ്റിന് നമ്മൾ പോയി അവിടെ അഡ്മിറ്റായി. സാധാരണ ഈ ഒരു സർജറിയിലെ പ്രൊസീജിയർ എല്ലാ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ എനിക്ക് പിറ്റേ ദിവസം രാവിലെയാണ് സർജറി പറഞ്ഞത്. പക്ഷേ അന്നേരം അവിടെ എന്തോ എമർജൻസി കേസ് വന്നപ്പോൾ അതവർ പോസ്റ്റ്പോൺ ചെയ്തിട്ട് വൈകിട്ട് 3 മണിക്കേക്കാക്കി. അങ്ങനെ ഒരു 3 മണിയോടെ എന്നെ റൂമിൽ OTയിലേക്ക് കൊണ്ടുപോയി. നമ്മൾ കുറേ നേരം നമ്മളതിനുള്ളിലുണ്ടെങ്കിലും ഈ ഒരു പ്രൊസീജിയർ ഒരു 3/4 മണിക്കൂറേ ഉള്ളൂ. അങ്ങനെ നല്ല രീതിക്ക് സർജറിയൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെ എല്ലാം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കുറച്ച് സമയം അപ്പുറത്തെ റൂമിലുണ്ടേനു, ICUലുണ്ടേനു. അത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്തു. രാവിലെ ആകുമ്പോൾ ഞാൻ കണ്ണു തുറക്കുന്നത് ഫിസിയോതെറാപ്പിസ്റ്റൊക്കെ വന്നപ്പോഴാണ്. അവരൊരു കാലൊരു പൊന്തിച്ചിന് എൻ്റെ ജീവൻ അങ്ങ് പോയിട്ടുണ്ടേനു. അത്രയും പെയിൻ ഉണ്ടായിരുന്നേ. അതിലെ തലേന്ന് നല്ല പെയിൻ ഉണ്ടായിരുന്നു. സർജറി ആയി ഒരു അനസ്തേഷ്യ എഫക്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ രാവിലെ ആകുമ്പോൾ ഉറങ്ങിപ്പോയതാണ്. അത് അവർ വന്നപ്പോൾ അതും പോയി. പിന്നെ അവർ വന്ന് എന്നെക്കൊണ്ട് നടത്തിച്ചു. ആ നടത്തിക്കുന്ന സമയത്ത് ശരിക്കും എൻ്റെ കാല് നിലത്ത് കുത്തിയതും ഞാൻ ബോധം കെടാൻ പോയി. നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ അവർ വീണ്ടും വന്ന് എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ചു. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ഡിസ്ചാർജായി. അപ്പോൾ നമുക്കൊരു എക്സസൈസ് ചാർട്ട് തന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഫിസിയോതെറാപ്പി ചെയ്യണം. ഫിസിയോതെറാപ്പിസ്റ്റ് വീട്ടിൽ വന്ന് 2 ആഴ്ച വീട്ടിൽ വന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിട്ട് ആ കറക്റ്റ് രീതിയിൽ ഫിസിയോയും കൂടി ചെയ്തപ്പോഴെനിക്ക് നല്ല മാറ്റം ഉണ്ടായി. നമ്മൾ സർജറിയാണ് ഏറ്റവും പേടിച്ച് നിന്നതെങ്കിലും ആഫ്റ്റർ സർജറിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു എഫേർട്ടുള്ളത്. സർജറി 50% ഡോക്ടർ എഫേർട്ടാണ്, ബാക്കി 50% നമ്മൾ എഫേർട്ട് തന്നെയാണ്. പക്ഷേ അന്നേരമല്ലോ നല്ല രീതിക്ക് ശരിക്കും പറഞ്ഞ പോലെ തന്നെ ഓരോ സ്റ്റേജിലായിട്ട് ഞാൻ ഫിസിയോ ഒക്കെ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്തതുകൊണ്ട് പിന്നീട് വലിയ പ്രോബ്ലം ഇല്ല. പക്ഷേ എനിക്കൊരു വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഞാനൊരു 2 മാസം ബെൽറ്റ് ഇടേണ്ട വന്നിട്ടുണ്ടേനും. അതൊക്കെ കഴിഞ്ഞപ്പോഴും പിന്നെ നോർമലായി. പിന്നെ ഒരു 6 മന്തൊക്കെ ആയപ്പോഴും ഞാൻ വീണ്ടും വണ്ടി ഓടിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഇതാട്ടോ എൻ്റെ ഒരു സർജറി എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് ഡോക്ടർ എന്നോട് പറഞ്ഞത് അന്ന് വീണത് കൊണ്ട് മാത്രമല്ല എനിക്ക് ഇഞ്ചുറി സംഭവിച്ചിട്ട് ആ ഒരു വീഴ്ചയിൽ ഒരിക്കലും അത് പൊട്ടൂല, കംപ്ലീറ്റ് ആയിട്ട് പൊട്ടൂല. ഞാൻ അതിന് മുന്നേയും വീണിട്ടുണ്ട്. അപ്പം ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടത് കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ആയത്. അപ്പോൾ വണ്ടിയിൽ നിന്നല്ല ഞാൻ വീണത്, ഞാൻ സ്റ്റെപ്പിൽ നിന്ന് സ്ലിപ്പായി വീണിട്ട് മുട്ടിടിച്ച് വീണിട്ടുണ്ടേനു. ചിലപ്പോൾ ആ സമയത്ത് ചെറിയ രീതിയിൽ പൊട്ടിയിട്ടുണ്ടാവും. ഈ ഒരു രണ്ടാമത് വീണപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പൊട്ടിപ്പോയതായിരിക്കാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അന്ന് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലേനു. കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെ സർജറിയൊക്കെ കഴിഞ്ഞ് അതിന് റിക്കവറിയും കഴിഞ്ഞ് ഇപ്പോഴും എൻ്റെ ഒരു മടി കൊണ്ടാണ് ഈ ഒരു മുട്ടിന് ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളത്. കറക്റ്റായിട്ട് എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതൊക്കെ മാറും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെയ്യും, ഇടയ്ക്ക് ചെയ്യൂല. അതെൻ്റെ ഒരു മടി കൊണ്ടുള്ളതാണ്. ഇപ്പം ഞാൻ വീണ്ടും കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറിയോ എന്തെങ്കിലും ഒരു ഇതോ ഉണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ ചിലപ്പം വേദന പോയിട്ടുണ്ടാവും. അത് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടരുത്. വീണ്ടും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം. കാരണം നമ്മൾ ഈ ഇഞ്ചുറി വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ അതിന് ചുറ്റുമായിട്ടുള്ള മറ്റ് ഇഞ്ചേർഡ് ആവും. അത് പരമാവധി ഒഴിവാക്കുക.
അപ്പം ഈ ഒരു സർജറിയിലൊക്കെ ഒന്നും ശരിക്കും പോകേണ്ടി വരില്ല. ഞാൻ അന്ന് ഇഗ്നോർ ചെയ്ത് വിട്ടത് കൊണ്ടാണ് ഇന്ന് ഞാൻ സർജറിയിലേക്ക് എത്തിയത്. ദൈവത്തിന് നന്ദി, എല്ലാം ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു 2 കൊല്ലം എൻ്റെ ലൈഫിൽ നല്ല സ്ട്രഗിൾ തന്നെയായിരുന്നു. ഈ ഒരു വീഴ്ച, ആ വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട സർജറി, അത് കഴിഞ്ഞിട്ടുള്ള റിക്കവറി എന്ന് പറയുന്നത് നല്ല സ്ട്രഗിൾ തന്നെയായിരുന്നു. പക്ഷേ അതിനുശേഷം അവിടുത്തെ ഡോക്ടേഴ്സിനെ പറ്റിയാണ് പറയുള്ളത്. നമുക്ക് ബിഫോർ സർജറി ആയിക്കോട്ടെ, ആഫ്റ്റർ സർജറി ആയിക്കോട്ടെ, നമുക്ക് ആ ഫോളോ അപ്പും അതേപോലെ തന്നെ നമുക്ക് വേണ്ടി എനിക്കിപ്പം ഈ പറയുന്ന പോലെ നമ്മൾ ഈ അസിസ്റ്റൻറ്റ് ഡോക്ടറുമായിട്ട് നമുക്ക് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. നമുക്ക് അതിനുള്ള കറക്റ്റ് ഗൈഡൻസ് അവർ വാട്സപ്പിലൂടെ മെസ്സേജിലൂടെ തരുമായിരുന്നു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആ ഹോസ്പിറ്റൽ എനിക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.